ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. പിന്നെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുകൊണ്ടു. കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ അല്ലേ, നമുക്ക് കമൻ്റ് ഒന്നും വരാറില്ല, അതിനെ കൊണ്ടാണ് പറയണത്. അപ്പം ഒന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, 6th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുകൊണ്ടു, ലൈക്ക് അടിക്കൊണ്ടു. അപ്പോൾ ഇച്ചു വാ. അതെന്താ? കമന്റ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ പറയേ. ഹാപ്പി ബർത്ത്ഡേ കമന്റ് ചെയ്യണം. ബൈ. അപ്പൊ ഇന്നിതാ അങ്ങനെ കാത്തിരുന്ന് ഇന്ന് ഇച്ചുവിൻ്റെ 6ാമത്തെ ജന്മദിനാണ് കേട്ടോ. കഴിഞ്ഞ അഞ്ച് ബർത്ത്ഡേയും അല്ലെങ്കിൽ 5 ദിവസവും ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു. അല്ല, ബർത്ത്ഡേ ഉണ്ടെന്ന് കരുതിയിട്ട് ഇപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടുന്നില്ല, പക്ഷെ ഞങ്ങൾ അന്നൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ആ ദിവസം സാധാരണ ഒരു ദിവസമായിട്ട് കഴിച്ചിട്ട് പോകലില്ല. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ. ചിലവർ കരുതും ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ കരുതൂലേ, അല്ലെങ്കിൽ ഇവളെ ഉള്ളതാണെന്നോ. അങ്ങനെ ഒന്നുമല്ല, ഇത് 2 വീട്ടിലുള്ള സംഭവങ്ങളല്ല. ഇനിയിപ്പോൾ വീട്ടുകാരെ ഒരു ഇത് വരണ്ടല്ലോ, അതിനെ കൊണ്ട് നമ്മളെ സന്തോഷം, കുട്ടികളുടെ സന്തോഷം അത്ര തന്നെ. അപ്പോൾ എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമ്മളെ ഒരു വർഷത്തിൽ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ആ വർഷം പോയാൽ മതിയല്ലോ. സംഭവം നമ്മളെ ആയുസ്സൊന്നും ഒരു വർഷം പോവുകയാണ്, ശരിയാണ്. പക്ഷേ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഈ ഇക്കൻ്റെ ബർത്ത്ഡേ ആയാലും എൻ്റെ ബർത്ത്ഡേ ആയാലും ഒക്കെ ഞാൻ ആ ദിവസം ഉമ്മാരെ ആലോചിക്കലുണ്ട് കേട്ടോ. ഓലാരും ചിന്തിക്കണില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കലുണ്ട്. പക്ഷെ ബർത്ത്ഡേ നമ്മളെ ഒരു ഇതിലില്ലല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ ആരോടും പറയലില്ല. ഇന്നും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആദ്യമായിട്ട് മേജറായിട്ടുള്ളൊരു സർജറി കഴിഞ്ഞിട്ട് അന്നക്ക് ഒരു 6 വർഷമായി. ഇപ്പോൾ ഒരു 10 മാസമായി. 2ാമത്തത് കഴിഞ്ഞിട്ട് 10 മാസമായി. അങ്ങനെ അൽഹംദുലില്ലാ വേറെ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇന്ന് ഇൻട്രോ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. ഇക്ക ഫുള്ള് ബിസിയാണ്, നമ്മളെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അത് നാട്ടിലായിരുന്ന സമയത്തും ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ഇക്ക കേക്ക് കൊണ്ടുവരും. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ അങ്ങനെ അവനക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇക്ക അവനൊരാഗ്രഹം മോൺസ്റ്റർ കാർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് അതൊന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, കേക്കും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നാളെ പറ്റാന്ന് വെച്ചാൽ മിലുവിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുണ്ട്, ഇവർക്കൊന്ന് കൂടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പം ക്ലാസ് തുടങ്ങിയിട്ട് സ്കൂളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കരുതിയിട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം 6 വർഷം എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ കഴിയണത്. 6 വർഷം എന്താന്ന് പറയുമ്പോഴത്തേന് കഴിഞ്ഞു. എനിക്ക് ഈ ഒരു ഡിസംബർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഒരു വർഷം കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും, കഴിഞ്ഞ 5 വർഷം മുന്നേ അല്ലെങ്കിൽ 4 വർഷം 3 വർഷം അങ്ങനെ ഓരോ വർഷങ്ങളാവണ സമയത്ത് ഞാൻ ചിന്തിക്കാം, ആ ടൈമിൽ നമുക്ക് പെയിന് വന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ക്യാമറ എവിടേക്കാ നോക്കണമെന്ന് എനിക്ക് തന്നെ അറിയണില്ല. അപ്പോൾ പെയിന് വന്ന കാര്യങ്ങളും ഹോസ്പിറ്റലൈസ്ഡ് ആയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറയും. പിന്നെ ഓൻ്റെ ഒരു 2-3 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം. ആ ഒരു ഏജൊക്കെ പെട്ടെന്ന് നമുക്ക് എൻജോയ് ചെയ്യണതിന് മുന്നേ നമ്മൾ ഓലങ്ങോട്ട് കയ്യിൽ ആയതിനു ശേഷം ഒരു സിങ്ക് ആവണ ഒരു സമയം കൊണ്ട് അവര് വളർന്നങ്ങനെ. ഇപ്പൊ അപ്പു ആയപ്പോ അപ്പുനെ പിന്നെയും കുറച്ചൊക്കെ ഇനി ഇച്ചുവിനെ പോലെ ആവരുത് എന്ന് എഴുതിയിട്ട് കുറച്ചൊക്കെ ഞാൻ അവന്റെ കൂടെ മാക്സിമം, അല്ലെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ, അല്ലാണ്ട് ഞാൻ ഒരിട്ടി ഉണ്ടാക്കിയിട്ട് ഉറക്കലില്ല. എങ്ങാണ്ടും കുറച്ച് ടൈം ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോന്നും പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഇപ്പൊ എങ്ങനെയൊക്കെ നമ്മള് എന്താ പറയാ, ഒന്നുമില്ല.
കം ഹിയർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒന്നുമില്ല, സാധനമൊക്കെ വണ്ടിയില്ല. ഇത് കേക്ക് നമുക്കുള്ളത് അവിടെ കൊണ്ടൊക്കെ വെച്ചോ. അന്റെ പേഴ്സിൽ കഴിഞ്ഞിട്ടാക്കാം. സാധനം കൊടുക്കട്ടെ വണ്ടിയിൽ. ചക്കേ ഒരു മിനിറ്റ്, അത് എങ്ങനെ എടുക്കലുണ്ട് കേട്ടോ നോട്ടെ. എടുക്കട്ടെ ഷേനെ, എടുക്കട്ടെ. കത്തിയിട്ട് എന്തോ ഒരു വെറൈറ്റി പറഞ്ഞു കാക്ക. Ready? അല്ല, ഹാപ്പി ബർത്ത്ഡേ കേക്ക് കുറിച്ചുണ്ട്. അപ്പൊ കേക്ക് കുറിച്ചൊന്ന് ഹാപ്പി ബർത്ത്ഡേ ഷേയ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറ. അപ്പുഷേ കഴിച്ചോ. അപ്പൂക്ക് എന്നാ കൊടുക്കാം. നമ്മ കൊടുക്കണം. എന്താണ് ഏറ്റവും വിലക്കൂടിയ ചോക്ലേറ്റ് ഏതാണ്? ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടു. Open. Yes. Then spoon. Explore it. Wow. It's not enough here. Just drink. ഇത് ഉപ്പാണോ? ബട്ടർ. ബട്ടർ. എനിക്ക് ബട്ടർ വേണ്ട. അല്ല ബട്ടറാണ്. ഉപ്പ്. ഇട്, ഉപ്പിട്. അന്റെ ഉപ്പിട്. ഇല്ല. സാൾട്ട് കേട്ടോ. ഉപ്പ് കേട്ടോ. ഞാൻ ഇട്ടോളാം കേട്ടോ. കഴിയൂല പൊന്നെ. I help you. Okay. മതിയോ? നിങ്ങളെ എടുക്കാതെ മതിയോ? ആ പൊക്കിക്കോ, മമ്മനെ ഹെൽപ്പ് ആക്ക. ഓക്കെ, നിങ്ങളവിടെ നിന്നാ മതി. നോ, നിങ്ങളവിടെ നിന്നാ മതി കേട്ടോ. പൊട്ടിക്കണോ? ഓക്കെ, ഇച്ചൂക്കാന്റെ ഗിഫ്റ്റ് പൊട്ടിക്കണം. This a card. This fire monster card. This is not textured. വേഗം കേട്ടോ. എക്സ്പ്ലനേഷൻ തുടങ്ങുമ്പത്തിനേ ഇവിടെ ഒരു തലക്കുന്ന് പോളി തുടങ്ങണുണ്ട്. This is tree. This ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. and okay. This one is the water, a fire coming out. Oh God. At the house of the fire, a car fire. A car. Okay. Unbox ചെയ്യും. കൊടുക്കണം. Yes. Oh no. അങ്ങനെ കോമൺ ക്വയറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഈ സ്റ്റിക്കർ ഇവിടുന്ന് റിമൂവ് ആക്കാം.
അതെന്താടാ അതെന്തപ്പോ അങ്ങനെയൊക്കെ പറയണേ? എന്താ അങ്ങനെ ഡോക്ടർ എന്താ ചോദിച്ചോക്ക് വേഗം. അതാ സീരിയസ് ആവണുണ്ട്. എന്നോടും അപ്പൂനോട് ഇവിടെ ഒരാള് വേണ്ടാന്ന് പറയാനോ? വേണ്ടട്ടോ, വഷളാവും. വീഡിയോ എടുക്കുന്നുണ്ട് മമ്മ. ഓക്കെ, എന്താ ഇന്നതല്ല വരിക? എന്താണ് യെസ്, അങ്ങനെ കേട്ടോ അൺബോക്സ് ചെയ്യാ. ഇങ്ങനെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇത് അങ്ങനെ നൈസായിട്ടാണ് കേട്ടോ. പൊളിക്കരുത് കേട്ടോ. ടൈനി ഉണ്ടോ? ടൈനിയൊക്കെ ഓന് വായിലിടും, അതാണ്. പൊടിയും. അപ്പോ എന്താ അപ്പോ എന്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ എന്തെങ്കിലും ഇച്ചുക്കാക്ക് ഷെയർ ചെയ്യുവോ? ചെയ്യണട്ടോ. അമ്മ ഹെൽപ്പ് ചെയ്യണോ? നിന്റെ കുട്ടീനെ പെൺകുട്ടിയാണെന്നൊന്നും പറയണ്ടട്ടാ. ഞങ്ങളൊന്ന് യെസ്, നിങ്ങളൊന്ന് മോഡലായതാണ് അല്ലേ? അപ്പോ പ്ലീസ് വീഡിയോ എടുക്കണം. കുഴപ്പമില്ല, ഇവിടെ ഓപ്പൺ ആക്കിയാ മതിലോ. ഇവിടെ ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. അമർത്തിയിട്ടാണ് മറ്റേ കാർ പൊട്ടിയിട്ട് ഞങ്ങനെ അമർത്തരുതിട്ടോ, എറിയും ചെയ്യരുത്. ഇങ്ങനല്ലേ? ഇങ്ങനെ ഇതില്ലേ ഇങ്ങനെ ആക്കിയാല് ഇങ്ങനെ ആക്കും. അപ്പൊ മോസ്റ്റക്കാർ ഇങ്ങനെ ആക്കിയാല് മേലേക്കാവും. കാറിന് അവകാശമായി. ഇത് അൺബോക്സ് ചെയ്യുന്നില്ലേ? പിന്നെ മതിയോ? ഇതാണ്. അപ്പൊ എനിക്കറിയില്ല ആക്കാൻ പറ്റില്ല. എന്താ ഞാനിങ്ങനെ ഇവിടെ പൊളിച്ചിക്കണു. സ്ലോ നെക്സ്റ്റില് ഇത് ഫയർ ആയാല് അതാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് ഞാനൊന്ന് ലിപ്സ്റ്റിക് ഇട്ടാല് തുടങ്ങിയേക്കാം. അപ്പൊ അങ്ങനെ ഇച്ചുണ്ട്. അപ്പതാ ഇക്ക വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇക്ക അങ്ങനെ പോയിട്ടുണ്ട്. നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫുഡ് എന്താ വെച്ചാല് ഇക്ക അൽബൈക്കുന്ന് കൊണന്നിട്ടുണ്ട്. നമ്മൾ അൽബൈക്ക് എനിക്കിഷ്ടമല്ല, ഞാൻ അതിൻ്റെ നെഗറ്റ്സ് മാത്രമേ കഴിക്കലുള്ളൂ. എനിക്ക് ഇപ്പം എല്ലാതും മടുത്തു, ഇക്കൻ്റെതും മടുത്ത്, അൽബൈക്കും
മാൽവിയക്ക് എനിക്ക് ഓൾറെഡി എനിക്കിഷ്ടമില്ല. എന്തിനാണ് ആളുകളെ ബ്രാൻഡ് നോക്കിയിട്ട് ഒരു ഇഷ്ടം കാണിക്കാന്ന് തോന്നുന്നു. എനിക്കിഷ്ടമില്ല കേട്ടോ അതിൻ്റെ ഫ്ലേവറും ചിക്കനൊക്കെ എന്തോ മടുപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. നാളെ എൻ്റെ ഗിഫ്റ്റൊക്കെ ഞാൻ നാളെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു സർപ്രൈസൊക്കെ ആയിട്ട് കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ കരുതും ഓനത് കണ്ടിട്ടില്ലേ, ശ്രദ്ധിക്കൂലേ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാനത് മിക്കുൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണ് എന്താടാ അപ്പോൾ മിക്കുൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വേറെ ട്രഷർക്ക് ഇട്ടിട്ടാണ്, വേറെ ബാസ്ക്കറ്റിക്ക് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ മിണ്ടൂല കേട്ടോ. വേറെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വരെ എന്തായിരുന്നാലും ഓളുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു അതോള് മറന്നു വെച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഉണ്ട് എന്ന് അറിയണ്ടാവും ഒരു പക്ഷെ ഇന്നതാന്നൊന്നും അറിയൂല. അപ്പൊ നാളെ നോക്കാം, ചിലപ്പോ സർപ്രൈസ്ഡ് ആവോ ഇല്ലേ എന്നുള്ളത്, അവന്റെ വായിൽ നിന്ന് എന്തൊക്കെയാ മൊഴിയാ എന്നുള്ളതൊക്കെ നാളെ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. എനിക്കത് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷയുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവന് ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ അവന് ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നുണ്ട്. നാളത്തെ അപ്പൂൻ്റെയും ഇക്കിൻ്റെയും ഇച്ചുവിൻ്റെയും ഒക്കെ സ്വഭാവത്തിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.